ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇക്കാര്യത്തിൽ ഇനി ഇപ്പോൾ നേരത്തെ തലാലിൻ്റെ ഭാഗത്തു നിന്നും ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നത് ഒന്നുകിൽ ദയാധനം സ്വീകരിക്കും, അല്ലെങ്കിൽ ജയിൽ മോചനം വൈകും, ആജീവനാന്തം ഒരു ജയിലിൽ കഴിയേണ്ട ഒരു അവസ്ഥ, ജീവപര്യന്തം ജയിലിൽ കഴിയേണ്ട അവസ്ഥ, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ശരത് ലാൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ദിയാധനം സ്വീകരിച്ച് കുടുംബം മാപ്പ് നൽകാൻ തന്നെയാണ് തീരുമാനമായിരിക്കുന്നത് എന്നാണ് ഏറെക്കുറെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും മാപ്പ് നൽകാൻ ധാരണ എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ കാര്യമാണ്. കാരണം വധശിക്ഷ റദ്ദാക്കി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നീട് അതിനപ്പുറത്തേക്ക് മാപ്പ് നൽകാൻ ധാരണയാകുമ്പോൾ മാപ്പ് നൽകണമെങ്കിൽ സ്വാഭാവികമായും ആ ദിയാധനം സ്വീകരിക്കുക എന്നുള്ളതാണ് ആ കുടുംബം അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ജൂലൈ 15-നും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. മാപ്പ് നൽകുകയാണ് എങ്കിൽ അവർ ദിയാധനം സ്വീകരിക്കും. ദിയാധനം സ്വീകരിക്കുന്നതിലായിരുന്നു ആ കുടുംബത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അവരുടെ സഹോദരനുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വലിയ തർക്കങ്ങളും ഒക്കെ ആ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ള ആളുകൾ അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. നമ്മൾ മുൻപ് തന്നെ ഏതാണ്ട് ഒരു 6 മാസം മുൻപ് തന്നെ ദിയാധനം നൽകാൻ തീരുമാനിച്ചപ്പോൾ, അതിനായി പണം സ്വരൂപിച്ചപ്പോൾ ആ പണം അവിടെ എത്തിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മാപ്പ് നൽകുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ദിയാധനം സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും. അതൊരു വലിയ ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഇനിയും ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഒരുപക്ഷെ കാന്തപുരം അല്ലെങ്കിൽ ആ ഇടപെട്ട ആളുകൾ, സൂഫി വര്യന്മാർ, സന്യാസി വര്യന്മാർ, മതപരമായ ഇടപെട്ട ആളുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകും. കാരണം ഈ 2017-18 മുതൽ ഈ കാലയളവ് വരെ അവർ അവിടെ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് മതിയാകും, ആ ജയിൽ ശിക്ഷ മതിയാകും എന്നൊരു ധാരണ പ്രാഥമികമായി അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതിനപ്പുറത്തേക്ക് ദിയാധനം സ്വീകരിക്കുക എന്നുള്ളത് ആ മതപരമായ ഒരു കാര്യമാണ്. കാരണം പ്രായശ്ചിത്തമാണ് എങ്കിൽ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ്, ആ പ്രായശ്ചിത്തത്തിന് ആവശ്യമായത് എന്താണോ അങ്ങനെയെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് കാന്തപുരം നേരത്തെ തന്നെ നമ്മളോട് ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ആ ദിയാധനം നൽകി നിമിഷപ്രിയയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രാഥമികമായ കാര്യം, ഏറ്റവും അടിയന്തരമായ കാര്യമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോയാൽ നയതന്ത്രപരമായ ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുകളെല്ലാവരും അവിടെ ഈ സേവ് നിമിഷപ്രിയ ഫോറവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട ആളുകൾ, അതിനപ്പുറത്തേക്ക് ഇടപെട്ട ആളുകൾ, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഇടപെട്ട ആളുകളൊക്കെ പറയുന്നത് ഇനി വേണ്ടത് നയതന്ത്രപരമായ ഇടപെടലാണ്. കാരണം അവിടെ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, മതപരമായി ഇടപെടാൻ കഴിയുന്ന എല്ലാ അർത്ഥത്തിലും ഇടപെട്ട് കഴിഞ്ഞു. മോചനം എന്നുള്ളതിനപ്പുറത്തേക്ക് വധശിക്ഷ റദ്ദാക്കി കഴിഞ്ഞു. ഇനി മോചനം എന്നുള്ളത് ഒരു രാജ്യാന്തര തലത്തിൽ അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനകത്തൊരു നയതന്ത്ര ബന്ധം ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ സ്വാഭാവികമായും യമനുമായി ബന്ധപ്പെട്ട് യമൻ ഇന്ത്യയുമായി യാതൊരു തരം നയതന്ത്ര ബന്ധവും ഇല്ലാത്തൊരു രാജ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു ഗോത്രവർഗ്ഗ സമൂഹത്തിൻ്റെ വിവിധ പ്രവിശ്യകളായി മുന്നോട്ട് പോകുന്നൊരു വലിയ രാജ്യം. ആ രാജ്യത്തിനകത്തേക്ക് ആ രാജ്യവുമായി ബന്ധപ്പെട്ട് ഇനി ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഇറാൻ വഴി ഹൂതികളുമായി ആണ് ഇടപെടേണ്ടത്. ആ ഇടപെടലിലായിരിക്കണം ഒരുപക്ഷെ നിമിഷപ്രിയയുടെ മോചനം യാഥാർത്ഥ്യമാകേണ്ടത്. അതെങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ അറിയേണ്ടത്, അല്ലെങ്കിൽ ഈ രാജ്യം നമ്മളോട് പറയേണ്ടത്. അതിനൊരു പക്ഷേ നേരത്തെ ശരത് ലാൽ ഡൽഹിയിൽ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാകണം. കാരണം ഇത്ര വേഗം ഈ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും ആ ഇടപെടൽ ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ കാന്തപുരം മുസ്ലിം ഇടപെട്ടിട്ടുണ്ട്, അത് സന്യാസി വര്യന്മാരുമായിട്ടാണ്, സൂഫി വര്യന്മാരുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഹൂതികളുമായി ബന്ധപ്പെട്ട് ഇറാൻ വഴി കേന്ദ്ര സർക്കാർ ഇടപെട്ട് അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടത് ഇനി കേന്ദ്ര സർക്കാർ തന്നെയാണ്. കാരണം മറ്റ് വഴികളിലെല്ലാം ഏതാണ്ട് കാര്യങ്ങൾ വാതിലുകൾ തുറന്നു കഴിഞ്ഞു. അന്ന് നമ്മൾ ജൂലൈ 15-ന് പറഞ്ഞതുപോലെ എല്ലാ വാതിലുകളും അടഞ്ഞപ്പോഴാണ് കാന്തപുരം വരുന്നത്. ആ കാന്തപുരം മുസ്ലിയാർ അദ്ദേഹം ഇടപെടുന്നു. ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തുറക്കാൻ കഴിയുന്ന ഒരേ ഒരു വാതിൽ, അവിടെ ആ കുടുംബവുമായി നേരിട്ട് ആരാണ് സംസാരിക്കുക, അവിടേക്ക് ആരെയാണ് എത്തിക്കാൻ കഴിയുക, അതിന് നമ്മൾക്കൊരാളുണ്ടായി. അത് കാന്തപുരത്തിൻ്റെ ബന്ധമാണ്. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇടപെട്ടു. ആ കുടുംബം ഇപ്പോൾ, അന്ന് പല ആളുകളും ഇവിടെ നിന്ന് പറഞ്ഞിരുന്നത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്കറിയാവുന്നതാണ്. അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നത് ശരിയല്ല. എന്നാൽ പോലും ആ അർത്ഥത്തിൽ നമ്മൾ ഇടപെട്ടു, കാന്തപുരം ഇടപെട്ടു. അദ്ദേഹത്തിൻ്റെ ആഗോളതലത്തിലുള്ള മതസാമുദായിക ബന്ധങ്ങൾ ഇടപെട്ടു. ആ ഇടപെടൽ നമുക്ക് ഇപ്പോൾ വലിയ ഗുണകരമായി, നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടായി. ആ പ്രതീക്ഷ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ആ യാഥാർത്ഥ്യത്തിലേക്ക് ഇനി ഇടപെടേണ്ടത് നയതന്ത്ര ബന്ധങ്ങളാണ്, നയതന്ത്ര ഇടപെടലാണ്. ഇപ്പോൾ വേണ്ടിയിരുന്നത് ആ കുടുംബവുമായി ആര് സംസാരിക്കും എന്നുള്ളതായിരുന്നു. അവിടെ കാന്തപുരം ഇടപെട്ടു, ആ കുടുംബവുമായി സംസാരിച്ചു. തലാലിൻ്റെ സഹോദരനായിരുന്നു ഇക്കാര്യത്തിൽ പലപ്പോഴായി പല രൂപത്തിൽ പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നത്. അതിൽ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ആളുകളുടെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അവർ പല രൂപത്തിൽ മലയാളത്തിലൊക്കെ പരിഭാഷപ്പെടുത്തി ചില കാര്യങ്ങൾ
കൊടുത്തിരുന്നു. അതിനപ്പുറത്തേക്ക് പിന്നീട് അവിടെ സൂഫി വര്യന്മാരും സന്യാസിമാരും ഒക്കെ ഇടപെട്ടു. അങ്ങനെ അദ്ദേഹം ആ പോസ്റ്റുകൾ പിൻവലിച്ചു. ഒടുവിൽ ആ കുടുംബം ഇന്ന് എല്ലാ അർത്ഥത്തിലും നമ്മളുമായി അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി ആ മാപ്പ് നൽകാൻ വരെ തയ്യാറാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഇടപെട്ടു, ഒത്തുവന്നു. കാര്യങ്ങൾ ഇപ്പോൾ എല്ലാം നമ്മൾ അന്ന് ആഗ്രഹിച്ച നമ്മളുടെ പ്രതീക്ഷ ജൂലൈ 15 നമ്മൾ പങ്കുവച്ച പ്രതീക്ഷ കാന്തപുരം വഴി അദ്ദേഹം വഴി ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനമാകുന്നു. ഇനി വേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലാണ്. അവിടെയാണ് ഈ നയതന്ത്ര ഇടപെടൽ ഉണ്ടാകേണ്ടത്. അത് ഇറാൻ വഴി വേണമെന്നായിരുന്നു അന്ന് കാരണം അന്ന് അവിടെ യമനുമായി ബന്ധപ്പെടാൻ നമുക്കുള്ളൊരു സാധ്യത, ഒരേ ഒരു സാധ്യത ഇറാൻ വഴിയാണ്. കാരണം അത് ഹൂതി ബന്ധമാണ്, ഹൂതികളാണ് അവിടെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് വേണമെന്ന് നമ്മൾ ഇതേ വേദിയിൽ അന്ന് പറഞ്ഞിരുന്നു. ഇനി വേണ്ടത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അവരെ ഇന്ത്യയിലെത്തിക്കാൻ അവരുടെ സ്വന്തം നാട്ടിലെത്തിക്കാൻ വേണ്ട ഇടപെടലാണ്. അതിനൊരു പക്ഷേ എന്തായാലും കേന്ദ്ര സർക്കാർ മറ്റൊരു മാർഗം കണ്ടിട്ടുണ്ടാകുമെന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയും എത്തിയ സ്ഥിതിക്ക് ഇനി മോചനം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്, ഈ രാജ്യത്തിൻ്റെ മൊത്തം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഇടപെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അന്ന് ഒരുപക്ഷെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ, കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾ അന്നിത് പറഞ്ഞിരുന്നു. എല്ലാം സാർത്ഥകമായാൽ അതിനനുസരിച്ചുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന് അവിടെയും പറഞ്ഞിരുന്നു. കാരണം കേന്ദ്ര സർക്കാർ തന്നെ അറിയാം, നേരത്തെ കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ടൊക്കെ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇടപെടാൻ പരിമിതി ഉണ്ടെന്നുള്ളതാണ്. ഇനി ആ പരിമിതി ഇല്ല. കാരണം ആ പരിമിതി എന്നുള്ളത് ആ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കാൻ, ആ കുടുംബത്തെ ഈ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ അന്ന് സർക്കാരിന് യാതൊരുവിധ മാർഗങ്ങളും ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ മാർഗം തുറന്നു കഴിഞ്ഞു. അവർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു, മാപ്പിന് തയ്യാറാണ്. മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നിമിഷപ്രിയയുടെ മോചനമാണ് നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നത്. ആ മാപ്പ് നൽകുക എന്നുള്ളത് ആ മതപരമായ നിയമം അനുശാസിക്കുന്ന അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന രാജ്യത്തെ സംബന്ധിച്ച് അവർക്ക് മാപ്പ് നൽകാൻ അവർ തയ്യാറാണ് എങ്കിൽ ആ നിയമത്തിനനുസരിച്ച് അവർ മുന്നോട്ട് പോകും. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ദിയാധനം കൊടുക്കണമെങ്കിൽ അങ്ങനെ, അല്ലാതെ വേറെന്തെങ്കിലും രൂപത്തിൽ നയതന്ത്രപരമായി ഇടപെട്ടുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അങ്ങനെ. അതിനൊരു പക്ഷേ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ അന്ന് ഇതേ വേദിയിൽ ജൂലൈ 15 നമ്മൾ പറഞ്ഞതുപോലെ അടിയന്തരമായി ഇടപെടേണ്ടത് സർക്കാരാണ്, കേന്ദ്ര സർക്കാരാണ്. അവർ ഇടപെട്ട് ഇറാൻ വഴിയെങ്കിൽ ഇറാൻ വഴി ഏതാണോ നയതന്ത്ര ബന്ധം ഉപയോഗിക്കുക അതിന് ഏത് വഴിയാണ് അവരെ പുറത്തു കൊണ്ടുവരാൻ. തുറക്കേണ്ട വാതിൽ തുറന്നു കഴിഞ്ഞു. അത് മതപരമായ വാതിലായിരുന്നു. ആ വാതിൽ തുറന്നു കഴിഞ്ഞു. ആ വീട്ടിലെത്തി ആ വീടുമായി ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ഇനി എല്ലാ മതപരമായ ഇടപെടലും നടത്തി കഴിഞ്ഞു. അവിടെ കാന്തപുരം ഏതർത്ഥത്തിൽ ഇടപെടണമോ അതെല്ലാം ഇടപെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത്, നിമിഷപ്രിയയെ തിരിച്ചു കൊണ്ടുവരേണ്ടത് വഴി എന്നുള്ളത് സർക്കാർ വഴിയാണ്. കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധമാണ് വെറുതെ പോയി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നയതന്ത്ര ബന്ധം വഴി തന്നെയാണ്. അതിനെന്തായാലും ഉറപ്പായും കേന്ദ്ര സർക്കാർ ഒരു വഴിയിൽ ഇടപെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്ര വേഗം ഇത് യാഥാർത്ഥ്യമാകുമെങ്കിൽ, ഇത് സാർത്ഥകമാകുമെങ്കിൽ ഉറപ്പായും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാകും. അതിന് നമ്മൾക്ക് കേന്ദ്രമന്ത്രിമാരുണ്ട്, സുരേഷ് ഗോപിയുണ്ട് കേരളത്തിൽ നിന്ന്, ജോർജ് കുര്യനുണ്ട് കേരളത്തിൽ നിന്ന്, കേരളവുമായി അടുത്ത ബന്ധമുള്ള കേന്ദ്രമന്ത്രിമാർ നിരവധി ആളുകളുണ്ട്. അവരെല്ലാവരും ഇടപെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ ഇടപെടൽ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ദിയാധനം കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെ ഏതാണ്ട് ജൂലൈ 13, ജൂലൈ 14, 15 തീയതികളിൽ വെളിപ്പെട്ട കാര്യമാണ്. അതിൽ വ്യവസായികളുണ്ട്, ബിസിനസ്സുകാരുണ്ട്, പല ആളുകളും അക്കാര്യത്തിൽ ദിയാധനത്തിന് സഹായം നൽകാൻ തയ്യാറായി രംഗത്തുണ്ട്. സംസ്ഥാന സർക്കാർ ഒറ്റക്കെട്ടായി ഉണ്ട്. ഇതെല്ലാം തയ്യാറായി നിൽക്കുമ്പോൾ ഇനി ദിയാധനം കൊടുത്തെങ്കിൽ അങ്ങനെ, അല്ലാതെ ഇനി മറ്റൊരു തരത്തിലാണ്, ഇനി മാപ്പ് നൽകി വെറുതെ വിടുകയാണെങ്കിൽ അങ്ങനെ, ഏതർത്ഥത്തിലായാലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഇതിനപ്പുറത്ത് ഈ കാര്യത്തിൽ വേറെ ഒരു ചർച്ചയും ഇല്ല. ഇതിനകത്ത് മതപരമായോ സാമൂഹ്യപരമായോ സാമ്പത്തികമായോ ഒന്നും യാതൊരു താല്പര്യവും ആർക്കുമില്ല. ഒരു കുറ്റം ഒരാൾ ചെയ്തു, ആ കുറ്റം ചെയ്തതിന് ഏത് മതത്തിൻ്റെയും നിയമത്തിൽ പ്രായശ്ചിത്തമുണ്ട്. ആ പ്രായശ്ചിത്തം ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ആ പ്രായശ്ചിത്തം നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർ മാപ്പ് നൽകാനും തയ്യാറാണ് എന്ന് അന്ന് തന്നെ ഏതാണ്ട് ജൂലൈ 14, 15 കാന്തപുരം മുസ്ലിയാർ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു മെസ്സേജ്, ആ ഒരു സന്ദേശം അദ്ദേഹം തന്നെ ആ കുടുംബവുമായി പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഉണ്ടാകേണ്ടത് ആ കുടുംബം അതിന് തയ്യാറായി കഴിഞ്ഞു. അടിയന്തരമായി ആ കുടുംബത്തിൻ്റെ മനസ്സിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, അവർക്ക് മാപ്പ് നൽകി അവരെ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇടപെടലാണ് വേണ്ടത്. അതിലൊരുപക്ഷെ സഹായകരമാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ അവിടെ ജയിലിലുള്ള ആളുകളുമായിട്ടൊക്കെ വലിയ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. അവരൊരു നഴ്സാണ്. ആ നഴ്സായിക്കൊണ്ട് തന്നെ ജയിലിൽ വലിയ ആതുര സേവനം അവർ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരുപക്ഷെ നമുക്ക്, അല്ലെങ്കിൽ നമ്മളുടെ പ്രതീക്ഷയ്ക്ക്, നമ്മളുടെ ആഗ്രഹങ്ങൾക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് കൂടി നല്ല വാർത്തകൾ ആ കുടുംബത്തിന് കൂടി ലഭ്യമാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
എന്തായാലും ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അല്ലെങ്കിൽ അതിന് മുൻപ് കാന്തപുരം ഇടപെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഈ ഒരു മാസം വളരെ നിർണായകമായിരുന്നു. ആ ജൂലൈ ആദ്യ വാരം മുതൽ ഇപ്പോൾ ജൂലൈ അവസാന വാരത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു മാസം വളരെ നിർണായകമായ ഇടപെടൽ, സജീവമായ ഇടപെടൽ, വളരെ സാർത്ഥകമായ ഇടപെടൽ ഒക്കെ കാന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുതന്നെയാണ് എല്ലാവരും ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞതും കൂരാച്ചുണ്ട് കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട് പറഞ്ഞതും അവിടെ സേവ് ആക്ഷൻ ഫോറത്തിൻ്റെ ഭാഗമായിട്ടുള്ള സജീവ് പറഞ്ഞതും അതിനപ്പുറത്തേക്ക് ഇതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച എല്ലാവരെയും മാറ്റി നിർത്തുകയാണ് എന്ന് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു. അതായത് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഇടപെടലുകളെയും ഇല്ലാതാക്കാൻ, കേരളത്തിൽ നിന്നുള്ള ഇടപെടലുകളെ ഇല്ലാതാക്കാൻ, അതിനെ തടസ്സപ്പെടുത്താൻ, ആ കുടുംബവുമായി വേറൊരു തരത്തിൽ ചർച്ചയ്ക്ക് ശ്രമിച്ച ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറയുന്നു. ആ പേരുകളൊന്നും ഇപ്പോൾ പറയുന്നത് ശരിയല്ല. എന്നാൽ പോലും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ പ്രകാരം ഇനി സേവ് നിമിഷപ്രിയ ആക്ഷൻ ഫോറത്തിൻ്റെ ഭാഗമായി അവരെ തിരിച്ചു കൊണ്ടുവരാൻ ആരൊക്കെ തയ്യാറാണോ അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ. അല്ലാതെ ഉള്ളവരെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ചർച്ചകൾ ആ അർത്ഥത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആരാണോ ആ കുടുംബവുമായി ചർച്ചകൾ നടത്തുന്നത് അവർക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് സേവ് ആക്ഷൻ ഫോറം രണ്ട് തട്ടിലാണെങ്കിൽ പോലും അതൊരു തട്ടായി മാറി, അതൊറ്റക്കെട്ടായി മാറിക്കൊണ്ട് ആ സേവ് ആക്ഷൻ ഫോറം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആണ് ഈ ഇടപെടൽ നടത്തിയത്. ആ ഇടപെടൽ ഒരു പക്ഷേ സത്യമാകാൻ പോകുന്നു, യാഥാർത്ഥ്യമാകാൻ പോകുന്നു, സാർത്ഥകമാകാൻ പോകുന്നു. അതാണിപ്പോൾ നമ്മൾ ഈ ചർച്ചകളിൽ കാണുന്നത്. അനൽക്ക ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ ജൂലൈ 15 റിപ്പോർട്ട് ചെയ്യുമ്പോഴും അന്ന് പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് വസ്തുത. ആ പ്രതീക്ഷയിലും യാഥാർത്ഥ്യത്തിലും ന്യൂസ് മലയാളം ആദ്യമുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അവിടെ ന്യൂസ് മലയാളം മാത്രമല്ല, അവിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുണ്ട്, സേവ് നിമിഷപ്രിയ ആക്ഷൻ ഫോറം പ്രവർത്തകരുണ്ട്, സുപ്രീം കോടതിയിലെ അഭിഭാഷകരുണ്ട്, കേരളത്തിലെ സർക്കാരുണ്ട്, നെന്മാറ MLA ഉണ്ട്, അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാർ ഒറ്റക്കെട്ടായി ഉണ്ട്. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് വലിയ ആത്മാർത്ഥമായ ഇടപെടൽ ആ നയതന്ത്ര തലത്തിൽ വേണ്ടത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇനി മതപരമായ ഒരു ഇടപെടലല്ല. കാരണം ആ ഇടപെടൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു, സാർത്ഥകമായി കഴിഞ്ഞു. അവിടെ ആ കുടുംബവുമായി ഇടപെടാൻ കഴിയുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തി. അത് അവസാന നിമിഷമാണെങ്കിൽ പോലും നമ്മൾക്കൊരാളെ കണ്ടെത്താൻ കഴിഞ്ഞു. അത് വലിയ സന്തോഷവും ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. കാരണം മലയാളി എന്ന് അഭിമാനത്തോടെ പറയുന്ന നമുക്കൊരാളുണ്ടായിരുന്നു. ആഗോളതലത്തിൽ ഇടപെടാൻ നമുക്കുണ്ടായിരുന്നു. സർക്കാരുകൾ പരാജയപ്പെട്ട സ്ഥലത്ത്, നയതന്ത്ര ബന്ധം പരാജയപ്പെട്ടൊരു ഇടത്ത്, അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ പരിമിതി ഉണ്ടെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടയിടത്ത് നമുക്ക് ഇടപെടാൻ ഒരാളുണ്ടായിരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ആ പേര് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നുള്ളതാണ്. അതിപ്പോൾ ആ പേര് പറയാതെ പോകാൻ നിർവാഹമില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മളെ ഉൾക്കൊള്ളുന്ന മലയാളി എന്ന രൂപത്തിൽ ലോകത്ത് മുഴുവൻ നമുക്ക് അഭിമാനമുള്ളൊരു വാർത്ത ന്യൂസ് മലയാളം മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ ഇനി ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ നയതന്ത്ര തലത്തിൽ ആത്മാർത്ഥമായ ഇടപെടൽ, വലിയ സജീവമായ സക്രിയമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സ്വാതി.